അപ്പോൾ നമുക്കിന്ന് 9/9/2024 നമ്മുടെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ 5 ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. ആ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീക്കിലി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ഓപ്പൺ ആകാൻ പോകുന്നു. സമയം 9:29:49 സെക്കൻഡ് 50 സെക്കൻഡ് US ടൈം. നമ്മുടെ ടൈം 6:59. 2 സെക്കൻഡ് 1 സെക്കൻഡ് ഓപ്പൺ മാർക്കറ്റ്. സോ എന്തുപറ്റി? നെറ്റ് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി വരാൻ. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് പോകാം. UAL ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിലാണ്. 47 നമുക്കൊരു ഇവിടെ ട്രേഡ് ട്രൈ ചെയ്യാം. അടുത്ത ക്യാൻഡിൽ 47 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ട്രിഗർ ആയിട്ടില്ല ഇതുവരെ. സോ വെയിറ്റിംഗ് ഫോർ ട്രിഗർ. ലാണ്. നമ്മുടെ പ്രൈസ് ട്രിഗർ ആയില്ല. ഓക്കെ, ക്യാൻസലിങ് ഓർഡർ. ഓക്കെ, പ്രൈസ് ട്രിഗർ ആയില്ല. സോ നമുക്ക് ചാടി കയറിയിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെയിറ്റ്. ട്രേഡുകൾ നമുക്ക് മിസ്സാവും, അത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് പ്രൈസിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചാടിക്കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് ഫോർ അതർ ഓപ്പർച്യൂണിറ്റി. MetLife ഒരു ഓക്കെ, INTC സെയിം ആണ്. എല്ലാ 16 INTC ട്രൈ ചെയ്യുവാണ്. കിട്ടിയില്ല ആ പ്രൈസിൽ. ഓക്കെ, പെട്ടെന്ന് ക്ലോസ് ചെയ്തതിൻ്റെ കാര്യം എനിക്ക് ആ പ്രൈസിൽ തന്നെ വേണം. കട്ടായ ആ പ്രൈസിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ക്യാൻസൽ. ഒരെണ്ണം ട്രിഗറായില്ലേ. ഒരെണ്ണം ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെറിയ ലോസ്, കുഴപ്പമില്ല. അത് ഞാൻ ക്യാൻസൽ ചെയ്തപ്പം അതിന് മുമ്പ് ഒരെണ്ണം ട്രിഗർ ആയിരുന്നു പ്രൈസ്. സപ്പോസ് ഓൺലാണ് നിൽക്കുന്നത് 58. ഓക്കെ, extension 1 minute candle. നമുക്കൊരു എൻട്രി കിട്ടിയില്ല. നമുക്ക് സ്റ്റോപ്പ് വെക്കാൻ വേണ്ടി ഒരു എൻട്രി, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, അതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു.
ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിനകത്തോട്ട് എടുക്കണ്ട. ഓക്കെ, ആ ട്രേഡ് വിട്ടേക്കാം. ഒറാക്കിൾ സിയുടെ 2 മിനിറ്റ് ബൈ ട്രിഗർ ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഫാമിൻ 200 ബോട്ടമിൻ ടെയിൽ പാറാണ്. ഷുഡ് ഐ ട്രൈ? നോ. ഓക്കെ, എംആർക്ക് ഒരു 5 മിനിറ്റ് ട്രിഗർ ആവുന്നുണ്ട്. അതിൻ്റെ ലോ എന്ന് പറയുന്നത് 1457. അത്രയും വലിയ റിസ്ക് എനിക്കിപ്പം ഈ ഒരു അക്കൗണ്ടിൽ പറ്റില്ല. സോ 2 മിനിറ്റിൽ അത് പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് ലോ ഹൈ 32, 40 സെൻറ്റ് റിസ്കിന് മേലെ വരുന്നുണ്ട്. $115 ആക്കി ട്രേഡ് ചെയ്യാൻ നോക്കുവാണ്. 124 32 31. ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ 2 മിനിറ്റിലായിരിക്കും ഹൈ എന്ന് പറയുന്നത് 31.15. ഓക്കെ, 30 സെൻറ്റ് റിസ്ക്. ട്രിഗർ ആയാൽ നമ്മൾ ആ സെറ്റപ്പ് ട്രൈ ചെയ്യുന്നതായിരുന്നു. 32 ട്രിഗർ ആയില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ട്രൈ. പ്രൈസിൽ കിട്ടിയില്ല. ഓക്കെ, അത് പ്രൈസിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ കിട്ടിയില്ല. സോ 39 പോയി. അത്ര എഴുതാൻ 33 34 ഒക്കെ ട്രൈ ചെയ്തിരുന്നു. പിന്നെ 39.40 ബൈ ചെയ്താൽ അത് നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് കൂടുന്നതുകൊണ്ടാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്ത്. പോയി കൂടാന്നില്ല, പോകാം. അറ്റ്ലീസ്റ്റ് 2 ഷെയറെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കൊരു പകുതി എത്തുമ്പോൾ സെല് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 40 സെൻറ്റ് റിസ്ക് ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് 60 അല്ലേ നമ്മുടെ മാക്സിമം ലോസ് പെർ ട്രേഡ്. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കും. അപ്പം മാക്സിമം നമ്മുടെ റിസ്ക് 60 ആകുമ്പോൾ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 ഷെയറെങ്കിലും 30 ആയി കഴിയുമ്പോൾ നമുക്ക് 2 ഷെയറേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. 10 സെൻറ്റ് റിസ്ക് ആണെങ്കിൽ, 30 സെൻറ്റ് റിസ്ക് ആണെങ്കിൽ. സോ അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കിയതാണ്. കൊണ്ടാണ് ഇനി 5 മിനിറ്റിൻ്റെ ഹൈ വെച്ച് എൻട്രി എടുക്കുക. പക്ഷെ അതൊരു നല്ല ഐഡിയ അല്ല, പ്രോപ്പർ അല്ല റിസ്ക്. അതുകൊണ്ട് ഞാനത് തൽക്കാലം സോ നമ്മൾ UAL എന്തായി? നമ്മൾ ട്രൈ ചെയ്തായിരുന്നല്ലോ. എവിടെയായിരുന്നു ട്രൈ ചെയ്തത്? സോ അത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പ്രൈസ് കിട്ടിയില്ല. ഇനി ഒരു 5 മിനിറ്റിൽ ട്രിഗർ ആകുന്നുണ്ട്. എഗെയിൻ 15 മിനിറ്റിൻ്റെതും ട്രിഗർ ആകുന്നുണ്ട്. സോ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. പ്രൈസ് ട്രിഗർ ആയിട്ടില്ല.
Okay, 58 average price. Low 48, 47 നമ്മൾ 58, 68 ആയപ്പോൾ 1-1 ആണ് നമുക്ക്. സോ 78, 2-1 ആണ്. ഓക്കെ, കണ്ടു. ടു ട്വൻറ്റിൽ കുറച്ച് പ്രോഫിറ്റ് എടുത്തു. എന്നിട്ട് നമുക്ക് 58ലേക്ക് ബ്രേക്ക് ഈവൻ പോവാണ്. ഒരു ക്വിക്ക് നമുക്ക് ആൾമോസ്റ്റ് 2-1 വന്നപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് കുറച്ച് തന്നെ എടുത്തു. ഒരു ബാക്കി ട്രയൽ ചെയ്യുവാണ്. ഓക്കെ, ട്രയൽ ഔട്ട്. ഇപ്പോൾ നമുക്ക് 2 ട്രേഡ് ആയില്ല. ഇത് നമ്മുടെ ഒരു INTCയിൽ ഒരെണ്ണം നമുക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തതിന് മുമ്പ് തന്നെ അടിച്ചിരുന്നു ഞാൻ. പക്ഷേ അപ്പോഴത്തേക്കിന് ഒരെണ്ണം 100 ഷെയർ, അതായത് ഒരു ലോട്ട് നമ്മുടെ എക്സിക്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തപ്പോൾ ചെറിയൊരു ലോസ് എടുത്തത്. പിന്നെ ഇത് നമുക്ക് 2-1 പോയപ്പോൾ കുറച്ച് ഞാൻ പ്രോഫിറ്റ് എടുത്തു. സോ അതുകൊണ്ട് എൻട്രി 2 മിനിറ്റിൽ, അടുത്ത 1 മിനിറ്റിലാണ് ട്രിഗർ ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാം. ഡെയിലി സോണാണ് റെസിസ്റ്റൻസിൻ്റെ. സോ അവിടുന്ന് റിജക്ഷനും വന്നു. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എടുക്കണ്ട. നമുക്ക് അതിനകത്ത് ചെറിയ പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യം. സിസ്കോയിൽ ഇല്ല, എക്സോയം 5 മിനിറ്റിൽ റെസിസ്റ്റൻസിലാണ്. കൊക്കോല നല്ലൊരു മൂവ്മെൻ്റ് ആണ്. പക്ഷേങ്കിൽ ഇതൊരു 5 മിനിറ്റ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് പോകുന്നത്. ഡെയിലി 20 MA ട്രിഗർ ആയിട്ടുണ്ട്. സോ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് കാണാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റ് 200 MA പ്രൈസ് പോകുന്നത്. സോ ഒരു പുൾ ബാക്ക് നമുക്ക് തരുവാണെങ്കിൽ അത് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻട്രി ഒരു 3 to 4 ബാർ ഓൾറെഡി നമുക്ക് പോയി അത്. സോ 4th 5th ബാറിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് പോയിക്കൂടാന്നില്ല. ബട്ട് നമ്മുടെ റൂൾ പ്രകാരം അത് ഒരു എക്സ്റ്റൻഷനാണ് പ്രൈസിൻ്റെ. സോ നമ്മളത് എടുക്കുന്നില്ല. Wow, 39 whole number. Okay. I will try that. Low of candle 39 ആണ് കറക്റ്റ് വന്നേക്കുന്നത്. 39 കുറച്ച് 39 ഏരിയയിലായിരുന്നെങ്കിൽ ബൈ ചെയ്യാമായിരുന്നു. കുറച്ച് 10% റിസ്ക് ആയിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ 39 12 ആയ സ്ഥിതിക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് പോയി. സോ ഇപ്പോൾ വേണേൽ എൻട്രി എടുക്കാം. പക്ഷേ ഞാനൊരു 10% റിസ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് കിട്ടിയില്ല. സോ വെയിറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ലേറ്റ് ആയിപ്പോയി. നമ്മൾ കണ്ടപ്പോഴത്തേനും അത് 39.65 ഒക്കെ ആയിരുന്നു. അപ്പോൾ 39ൻ്റെ അടുത്ത് 31.21 ആ ഒരു റേഞ്ച് 31 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 31ൽ എൻട്രി എടുത്താണ്. 39ൽ എൻട്രി എടുത്താണ്. ക്ഷമിക്കണം, 39ൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1-1, അതെ 10% റിസ്ക് വെച്ചിരുന്നെങ്കിൽ 1-1 പോയാലും ബ്രേക്ക് ഈവൻ ആയാലും. സോ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാണ്. സോ ഓക്കെ, ഇപ്പോൾ
നമുക്കൊരു 15 സെൻറ്റിൻ്റെ പ്രോഫിറ്റ്, അതായത് 1 to 1.5. അത് 5 മിനിറ്റ് ട്രിഗർ ആകുവാണ്. ഓക്കെ, 2 to 1 നമുക്ക് ഓൾറെഡി പോയി. അങ്ങനെ അവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു, പക്ഷെങ്കിൽ മിസ്ഡ് പ്രൈസ്. eBay, Oracle ഒരു 20 MA ഒരു പ്രയർ ഡേ ക്ലോസ് ഔട്ടാണ് വരുന്നത്. സോ പൊട്ടൻഷ്യൽ സപ്പോർട്ടാണ്. അതിപ്പോൾ ഒരു ഹോൾ നമ്പർ നിൽക്കുകയാണ്, 142ലാണ് അത് സപ്പോർട്ട് എടുത്തേക്കുന്നത്. സോ നമുക്കൊന്ന് ചെറിയ റിസ്കിൽ ട്രൈ ചെയ്യാം. അത് ഈ ഒരു പ്രയർ ഡേ ക്ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാൻ പോവാണ്. പ്രൈസ് എക്സിക്യൂട്ട് ആയിട്ടില്ല. പ്രൈസ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത് എവിടെയാണ്? 85ലാണ്. സോ ഓക്കെ, ഫ്രൈഡേസ് ക്ലോസ് തന്നെയായിരിക്കും നമ്മുടെ 80. സ്റ്റോപ്പ് ടൈറ്റാക്കി ഞാൻ, കാരണം ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടി നമുക്ക്. ഓൾസോ 85. ൽ നമുക്ക് 95 ആയ ഹൈ 94. ഓക്കെ, ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. 84. ഓക്കെ, 42, 95. ചെറിയ റിസ്ക്കാണ് നമ്മളടുത്ത്. ബ്രേക്ക് ചെയ്യുമ്പോഴിരിക്കുകയാണ്. ഓക്കെ, അത് 42, 85. ഞാനത് വെയിറ്റ് ചെയ്യും, കുറച്ച് ഹോൾഡ് ചെയ്യുവാണ്. ബ്രേക്ക് ചെയ്യാൻ അടിച്ചാൽ കുഴപ്പമില്ല. 42 ഒരു ഹോൾ നമ്പറാണ്. ട്രൈ ചെയ്യുവാണ്. റെസിസ്റ്റൻസ് ഉണ്ട്, 8 MA ഉണ്ട്, 2 മിനിറ്റ്. സോ സ്ട്രഗ്ലിംഗ് ടു ഗോ. അത്രയും പോയിട്ടില്ലായിരുന്നു, 3 വരെ പോയുള്ളൂ. എന്നാലും അതൊരു വല്ലാത്ത ക്യാൻഡലായിപ്പോയി. അവിടെ നമുക്ക് പ്രോഫിറ്റ് വെക്കാൻ പറ്റിയില്ല. എത്ര ആയിരുന്നു പോയെ? ഹൈ 142.20. പക്ഷെ അത് സെല്ലാക്കിയല്ലോ. ഒരു വല്ലാത്ത പ്രൈസ് ആക്ഷനാണ്. ഞാൻ ഈ ഒരു 2 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ ആയിരിക്കും എൻ്റെ ട്രയലിൽ 93. ഒരു വല്ലാത്ത പ്രൈസ് ആക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വലിയ ക്യാൻഡിലും ഞാൻ ഔട്ടാവുന്നത്. ഇതൊരു ടാർഗറ്റ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. പ്രൈസ് പെട്ടെന്നായിരുന്നു മൂവ്മെൻറ്റ്. ഓക്കെ, ഞാൻ ഔട്ടായി. ബ്രേക്ക് ഈവനിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാമായിരുന്നു, പക്ഷെങ്കിൽ ആ പ്രൈസ് ആക്ഷൻ ഇങ്ങോട്ട് പിടിച്ചില്ല. ആ ഒരു ടാർഗറ്റ്, നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ഞാൻ 5 മിനിറ്റിൽ 20 MA ആണ് ഉദ്ദേശിച്ചതും. അത് നമുക്ക് ഓൾറെഡി വന്നു, പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പ്രോഫിറ്റ്. സോ ഇനി പൊക്കൂടാന്നില്ല, പോവാം. ഓക്കെ, 3 ട്രേഡ് ആയില്ല. ആക്ച്വലി നമ്മുടെ ഒരു ട്രേഡ് അബദ്ധത്തിൽ നമ്മുടെ ഒരു ട്രിഗർ ആയതെങ്കിൽ ഞാനത് ട്രേഡായിട്ട് തന്നെ എടുക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം ട്രേഡിങ് ക്ലോസ്ഡ്. ഈവൻ അത് എൻ്റെ മിസ്റ്റേക്കിൽ ഒരു ട്രേഡ് ആയതാണെങ്കിലും അത് ഞാൻ ട്രേഡായിട്ട് എടുക്കുകയാണ്. അങ്ങനെ മിസ്റ്റേക്ക് വരാൻ പാടില്ല. സോ നമ്മൾ ഇന്നത്തെ ട്രേഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. സമയം 10:06.
നമ്മുടെ നാട്ടിൽ 7:36 ആയിട്ടുണ്ട്. അതായത് നമ്മൾ 36 മിനിറ്റ് ഇന്ന് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതെ, നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടി, നമ്മുടെ റൂൾ പ്രകാരം 3 ട്രേഡ്സ് ആയെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് കിട്ടിയ പൈസ കൊടുക്കേണ്ട തിരിച്ച്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൂൾ ഫോളോ ചെയ്യുന്നത്. ഇത്ര പ്രോഫിറ്റ് $82. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ്സ് ഏതൊക്കെയാണ്? INTC നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ് ഇതാണ്. 2 മിനിറ്റിൽ ട്രൈ ചെയ്തു, പക്ഷേങ്കിൽ എനിക്ക് പ്രൈസ് എക്സിക്യൂട്ട് ചെയ്തില്ല. ഞാൻ ഉദ്ദേശിച്ച പ്രൈസ് കിട്ടിയില്ല, ക്യാൻസൽ ചെയ്തിരുന്നു ഓർഡർ. നമുക്കൊരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേങ്കിൽ നമുക്ക് അത് പ്രൈസിലാക്കി കിട്ടിയില്ല. അത് കിട്ടാഞ്ഞതും കാര്യമായി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് എടുത്താണ്. ഒരെണ്ണം എക്സിക്യൂട്ട് ആയിരുന്നു, അതാണ് ഒരു 100 ഷെയർ എക്സിക്യൂട്ട് ആയിരുന്നു. നമ്മൾ വെച്ചത് 400 ആയിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ലോസ് അതിനകത്ത്. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ മാർക്കറ്റ് ഒരു അപ്വേർഡ് മൊമെൻറ്റമാണ്. അത് കറക്റ്റായിട്ട് കിട്ടിയത് 5 മിനിറ്റിലാണ് ട്രിഗർ ആകുന്നത്. ഇവിടെ 5 മിനിറ്റിലാണ് ട്രിഗർ ആയിരിക്കുന്നത്, അത് നമുക്ക് കണ്ടില്ല. പിന്നെ അടുത്ത നമ്മൾ ട്രേഡ് എടുത്തത് UAL UAL നമ്മൾ ആ ഒറ്റ ക്യാൻഡിൽ ഔട്ടായി. രണ്ടാമത് ട്രിഗറായി, റീ എൻട്രി എടുക്കാമായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അത്ര പെട്ടെന്ന് നമ്മൾ ഔട്ടായിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഔട്ടായത്. താങ്ക് യു. അടുത്ത ഒറാക്കിൾ നമ്മുടെ അടുത്ത ട്രേഡ്. യെസ്, ഒറാക്കിൾ നമ്മൾ ആ ഇവിടുന്ന് ഒരു ഫ്രൈഡേ ക്ലോസ് കൂടെയാണ്, അത് തന്നെ 20 MA സപ്പോർട്ടഡുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. 85 എടുത്തത്. അപ്പോൾ നമുക്ക് 85 ഞാൻ ഈ ബാർ ട്രയൽ ചെയ്യുമായിരുന്നു 2 മിനിറ്റിൻ്റെ. നമ്മളിവിടെ ഔട്ടായി. അവിടെ ഔട്ടായില്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഈവൻ അടിച്ചേനെ. സോ ബ്രേക്ക് ഈവൻ അടിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. റീ എൻട്രി എടുക്കാമായിരുന്നു, പക്ഷേങ്കിൽ ഞാനത് ഇവിടെ ഒരു 5 മിനിറ്റ് ട്രിഗർ ആകുവാണ്. നമ്മുടെ മാക്സിമം ട്രേഡ് ഇന്ന് ഫിനിഷ് ആയതുകൊണ്ട് ഞാൻ മാക്സിമം ട്രേഡ് ആയില്ല. ഒരു ട്രേഡ് എടുക്കാം. ഈ ഒരു അബദ്ധത്തിൽ പറ്റിയാണ് ഈ ഒരു ട്രേഡ്. സോ എങ്കിലും ഞാൻ ഇന്ന് ക്ലോസ് ചെയ്യുവാണ്.